വിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ പത്തിൽ നാം നമസ്കാര ശേഷം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ. രണ്ടാമത്തെ പത്തിൽ നാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ആദ്യത്തെ പത്തിൽ കാരുണ്യവാനായ റബ്ബിനോട് കാരുണ്യത്തെ ചോദിച്ച നാം രണ്ടാമത്തെ പത്തിൽ വിശാലമായ മഗ്ഫിറത്തിന്റെ ഉടമയായ അല്ലാഹുവിനോട് പാപമോചനത്തെ ചോദിച്ച നാം മൂന്നാമത്തെ പത്ത് തുടങ്ങിയത് മുതൽ നാം അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിനോട് നാം അർത്ഥമറിഞ്ഞോ അറിയാതെയോ ചോദിക്കുന്ന വളരെ ഗൗരവമേറിയ ദുആയാണത്, വളരെയേറെ പ്രാധാന്യമുള്ള ദുആയാണത്. അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നീ എനിക്ക് നരകമോചനം നൽകണം, നീ എനിക്ക് നരകമോചനം നൽകണം എന്ന് നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമ്പോ അല്ലാഹുവിനോട് നരകത്തെ തൊട്ട് കാവൽ തേടുക എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്, വളരെയേറെ പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യമാണ്. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്ന ഒരു വിജയമുണ്ട്. ഈ ദുനിയാവിലെ വിജയത്തിനു വേണ്ടി നാം പരിശ്രമിക്കുന്നവരാണ്, ഈ ദുനിയാവിൽ വിജയങ്ങൾക്ക് വേണ്ടി നാം നെട്ടോട്ടമൂടുന്നവരാണ്. നാം ബന്ധപ്പെടുന്ന മേഖലകൾ ഏതുമാവട്ടെ അവിടെയെല്ലാം വിജയം നേടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നാം. നാം ഒരു കച്ചവടക്കാരനാണ് എങ്കിൽ അവിടെയും നാം ഒരു വിജയിയായി മാറണം, വിജയിച്ചൊരു കച്ചവടക്കാരനായി മാറണം. പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠനത്തിൽ വിജയിയാവണം, കുടുംബജീവിതം നയിക്കുന്നവർ ആ കുടുംബജീവിതത്തിൽ വിജയിയായി മാറണം. ഇങ്ങനെ മനുഷ്യൻ ബന്ധപ്പെടുന്ന ഓരോ മേഖലകളിലും അവനൊരു വിജയിയായി മാറണമെന്ന് നാം ആഗ്രഹിക്കുമ്പോ, അതിനുവേണ്ടി നാം അശ്രാന്ത പരിശ്രമം നടത്തുമ്പോ, അതിനുവേണ്ടി മുൻകഴിഞ്ഞ ആളുകളുടെ ജീവിതത്തെ നാം പഠന വിധേയമാക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു യഥാർത്ഥ വിജയമെന്താ, യഥാർത്ഥ വിജയമെന്താ? അല്ലാഹു പറയുകയാണ് ഫമൻ സുഖ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നാളെ പടച്ചവന്റെ പരലോകത്ത് കടന്നു ചൊല്ലുമ്പോ, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് കടന്നു ചൊല്ലുമ്പോ ആ സമയത്ത് ഫമൻ സുഖ്സിഹ അനിൻ നാർ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെടുന്നുവോ, ഫമൻ സുഖ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മനോഹരമായ സ്വർഗ്ഗത്തിലേക്ക് ആർക്കാണോ പ്രവേശനം ലഭിക്കുന്നത്, ഫഖദ് ഫാസ്, അവനാണ് വിജയി എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ആ യഥാർത്ഥ വിജയമായ നരകമോചനത്തെയാണ് നാം അല്ലാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാഹുവിനോട് ചോദിക്കുന്നത് ആ നരകമോചനത്തെയാണ്. അതെത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് നാം തിരിച്ചറിയണം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യുഅല്ലിമുഹും ഹാദ ദുആ കമാ യുഅല്ലിമുഹു സൂറത മിനൽ ഖുർആൻ. കത്തിയാണെന്ന നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവലിനെ തേടേണ്ടത് എത്രത്തോളം പ്രാധാന്യമുള്ളതാ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തന്റെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ആകാശലോകത്തുനിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് വഹയിന്റെ ദിവ്യ വെളിപാട് പ്രവാചകന് പറഞ്ഞു കൊടുക്കുമ്പോ വിശുദ്ധമായ ഖുർആന്റെ വചനങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓടിക്കൊടുക്കുമ്പോ തനിക്ക് ലഭിച്ച വഹയിന്റെ ദിവ്യ വെളിപാടിന് സഹാബത്തിന് പ്രവാചകന് പകർന്നു കൊടുക്കാറുണ്ട്. വളരെയേറെ പ്രാധാന്യത്തോടുകൂടി ഖുർആനിലെ സൂറത്ത് പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരു ദുആയുണ്ട്. ആ ദുആയുടെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണോ പ്രവാചകന് സഹാബത്തിന് പറഞ്ഞു കൊടുത്തത്, അത്രമേൽ പ്രാധാന്യത്തോടെ പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്തിട്ടൊരു സഹാബത്തിനോട് നിങ്ങൾ ചെയ്യണേ എന്ന് പ്രവാചകന് പറഞ്ഞു കൊടുത്തൊരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. അല്ലാഹുവേ, നീ എന്നെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേ അല്ലാഹ്, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണേ അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യണമെന്ന് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയാ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയാ യാ അയ്യുഹല്ലദീന ആമനൂ അല്ലയോ വിശ്വാസികളെ അല്ലാഹുവിൽ വിശ്വാസമുള്ള പ്രവാചകന്മാരിൽ വിശ്വാസമുള്ള ഹബീബായ തിരുദൂതരിൽ വിശ്വാസമുള്ള വിശുദ്ധമായ ഖുർആന്റെ വചനങ്ങളെ ജീവിതത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായ ജനസമൂഹമേ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണേ വഅഹ്ലീകും നാറാ നിങ്ങൾ സ്വയം രക്ഷപ്പെട്ടാൽ മാത്രം പോരാ അല്ലാഹ് പറയുകയാണ് വിശുദ്ധമായ ഖുർആനിലൂടെ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ വഅഹ്ലീകും നാറാ നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ വഅഹ്ലീകും നാറാ നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബമുണ്ടല്ലോ നിങ്ങൾ പോറ്റി വളർത്തുന്ന നിങ്ങളുടെ പൊന്നുമക്കളുണ്ടല്ലോ ജന്മം നൽകിയ പ്രിയപ്പെട്ട പൊന്നുമക്കളുണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നീയുമായിട്ട് നിന്റെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും നിന്റെ സ്വാതന്ത്ര്യമായി നിന്റെ സന്തോഷത്തിന്റെ വഴിയിലും എല്ലാ മേഖലയിലും നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ നിന്റെ സഹോദരങ്ങളുണ്ടല്ലോ സഹോദരിമാരുണ്ടല്ലോ അങ്ങനെ നീ ഏറെ സ്നേഹിക്കുന്ന നെഞ്ചിലേറ്റുന്ന നിന്റെ കുടുംബമുണ്ടല്ലോ ആ കുടുംബത്തെയും നീ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേ എന്നിട്ടുള്ള പറയുകയാണ് കാരണമെന്താ ആ നരകം വല്ലാത്ത ഭീകരമാണ് അല്ലാഹു പറയുകയാണ് നിങ്ങൾ നരകത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടണം മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷിക്കണം കാരണമെന്താ ആ നരകം വല്ലാത്ത ഭീകരമാണ് വല്ലാത്ത ഭയാനകമാണ് ഭീവത്സമാണ് ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളെയും മനുഷ്യരെയുമാ കത്തിയാടുന്ന നരകത്തെ കത്തിക്കുന്നത് മനുഷ്യരെയും കല്ലുകൊണ്ടുമാണ് മാത്രമല്ല അലൈഹാ മലായികത്തുൻ ഗിലാളുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ ആ നരകത്തിന്റെ കാവൽക്കാരും വല്ലാത്ത ഭീകരന്മാരാണ് ക്രൂരന്മാരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് ഒന്ന് ചിരിക്കാൻ പോലും കൂട്ടാക്കാതിരുന്ന മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളാണ് ആ നരകത്തിന്റെ കാവൽക്കാര് വല്ലാത്ത ഭീകരന്മാരാ അതുകൊണ്ട് നിങ്ങൾ നരകത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുകയും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തുകയും ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഏൽപ്പിച്ചു തന്ന ഏറ്റവും വലിയ ദൗത്യമാണ് ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ നീ സ്വയം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം കത്തിയാളുന്ന നരകത്തെ നീ സൂക്ഷിക്കണം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നീ അന്വേഷിക്കണം മാത്രമല്ല വ അഹ്ലീകും നാറാ നീ സ്വയം രക്ഷപ്പെട്ടാൽ മാത്രം പോരാ എന്റെ പ്രിയപ്പെട്ട കുടുംബാദികൾ എന്റെ പ്രിയപ്പെട്ട കുടുംബം നീ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്ന ഏത് പ്രയാസഘട്ടങ്ങളിലും ഏത് സന്തോഷവേളയിലും നിന്റെ കൂടെ നീ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ അരിമ സന്താനങ്ങൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രായം ചെന്ന നിന്റെ മാതാപിതാക്കൾ നിന്റെ സ്നേഹനിധികളായ സഹോദരങ്ങൾ അങ്ങനെ അവരെല്ലാം അടങ്ങുന്ന നിന്റെ സന്തോഷത്തിന്റെ ഗേഹമായ നിന്റെ കുടുംബം
ആ കുടുംബത്തെയും നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ ഒന്ന് പറഞ്ഞു തരുമ്പോ ആ നരകത്തിൽ നിന്ന് കുടുംബത്തെയും നമ്മളെയും രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഏതാനും ചില അമലുകൾ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തു പിരിയാം.